ഹലോ ഗായ്സ്, രാവിലെ നിന്നിട്ട് മുടി ചിന്തി ക്രീമിട്ട് പൗഡറിട്ട് തിരി എഴുതി പിന്നെ പൊട്ട് വെച്ചു, പിന്നെ കണ്ണെഴുതി, പിന്നെ ലിപ്സ്റ്റിക് ഇട്ട്, പിന്നെ ഇയറിങ്സ് വെച്ചു, റെഡിയായി. പിന്നെ സഹകരണത്തിൽ പോയി. അവിടെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി. അങ്ങനെ അകത്ത് പോയിട്ട് റിസപ്ഷൻ ലിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ആക്കി. അങ്ങനെ ഓറ് വന്ന് പിന്നെ എൻ്റെ ഒരു വിനയായിട്ടുണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത്. പിന്നെ ബ്ലഡ് എടുക്കാനായിട്ട് റിസപ്ഷൻ ലിസ്റ്റ് വന്ന്. അങ്ങനെ പിന്നെ ഒരു പേര് എഴുതി. പിന്നെ അവിടെ അകത്ത് ഒരാൾ ബ്ലഡ് എടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ ഒരു ബ്ലഡ് എടുത്തു. ബ്ലഡ് എടുത്തിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നുണ്ടായി. അങ്ങനെ പിന്നെ വടകര റോട്ടിലാണ് ഗൈസ് പോയോണ്ടേ. അങ്ങനെ പിന്നെ കൊയിലാണ്ടി എത്തുമ്പോഴത്തേക്ക് ആ റോഡിൻ്റെ സ്ഥിതി കാണണമല്ല, മണ്ണെല്ലാം ഇട്ടിട്ട്. അതിൻ്റെ ജോലി അറിയുന്ന എപ്പം തീർക്കുമെന്നും അറിയില്ല. പക്ഷേ പിണറായി വിജയ് പോയാലോ എന്നാൽ ജോലി വേറെ ഒരു തുടങ്ങുമെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ ആയിരിക്കും ഇപ്പോൾ റോഡ്. പക്ഷെ അതിന് പിഷാരിക്കാവ് ടെമ്പിളിൻ്റെ അടുത്ത് പോയി അവിടെ കുളത്തിൽ കുളിക്കുന്നുണ്ടായി. കുറച്ച് വീഡിയോ എടുത്ത്. എനിക്ക് വിശക്കുന്നുണ്ട് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു ചെറിയ ഓർഡറിൽ പോയി. അവിടെ എനിക്ക് പൂരിയും മുട്ട റോസ്റ്റും എടുത്ത്. അങ്ങനെ പിന്നെ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. നോക്കി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കഴിച്ചു. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി. അവിടെ ഒരു അമ്പലം, ആ അമ്പലത്തിൻ്റെ പേര് എന്തോ നരസിംഹ പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട്. അത് കഴിഞ്ഞു. അവിടുന്ന് മുമ്പോട്ട് പോകുന്നുണ്ടായി. അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാനും വിനയേട്ടൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത്. വിനയേട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ടായി. പിന്നെ അവിടുന്ന് മുമ്പോട്ട് പോയി. ഒരു പാലം, പുതിയ പാലം ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ആ പാലത്തെ കണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത്. അതിൻ്റെ പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി. പിന്നെ അവിടെ പോകുമ്പോൾ അവിടെ ബന്ദർ പറയില്ലേ, മീനുണ്ടത്, അതുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത്. അതിന് കുറച്ച് മുമ്പ് പോകുമ്പോൾ കടൽ, ബീച്ച്, കോഴിക്കോട് ബീച്ച് ഗൈസ്. അങ്ങനെ അവിടെ പോയി. അവിടെ വലിയ ബിൽഡിംഗ് എല്ലാം കണ്ട്. അവിടുന്ന് പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഇതാ ഗൈസ്, ബീച്ചിൻ്റെ വൈബ് നോക്കി, എന്താ അടിപൊളിയാക്കി. അടിപൊളിയല്ലേ ബീച്ചിൻ്റെ വൈബ്. അത് ഈ ചൂടില്ല പോയേ. ഞാനും വിനീതേട്ടൻ സംസാരിച്ചോണ്ട് പോവാണ് ഗൈസ്. അപ്പോൾ വിനീതേട്ടൻ പറയുന്നത് ഇത് ബലിയിടുന്ന സ്ഥലമാണ്. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ അവിടെ കുറച്ചേടെ ബലിയിടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് മെല്ലെ സംസാരിച്ചുകൊണ്ട് ഞാനും വിനീതേട്ടൻ ഇങ്ങനെ പോവാണ് ഗൈസ്. നോക്കി, അവിടെ എല്ലാം ബലിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് എൻ്റേത്. പിന്നെ ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ കണ്ണിൻ്റെ അടുത്ത് പോവാണ്. അവിടെ പിന്നെ ആ വെള്ളം എല്ലാം ഇതായിട്ട് അവിടുത്തെ ഇതെല്ലാം പോയി ടൈൽസ്. അവിടുന്ന് പിന്നെ പോയി അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത്. അതിൻ്റെ പിന്നെ ഞാൻ നോക്കി ഒരു ഉറങ്ങുന്നു ഗൈസ്. നോക്കി, അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ ഫോട്ടോസ് എടുത്ത്. പിന്നെ അവിടുന്ന് ഞാൻ കടലിൻ്റെ ഭാഗത്തിലേക്ക് പോയി. അവിടെ കടലിൻ്റെ വെള്ളം വരുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലേ, നല്ല രസമുണ്ടാവും ഗൈസ് ആ ഫോഴ്സ് കാണുമ്പോൾ. അത് കണ്ട് അതിനോട്ട് കുറച്ച് മുമ്പോട്ട് പോയി. അവിടെ ഒരു ഉപ്പിലിട്ട സാധനത്തിൻ്റെ ഒരു ഷോപ്പുണ്ട്. അതെല്ലാം കണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി. അവിടെ പാർക്ക് അതെല്ലാം കണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പച്ച പുല്ലില്ലാത്ത കൊണ്ട് ഒരു വിഷമേ ഉള്ളൂ. പിന്നെ അതെല്ലാം കണ്ട് അവിടെ പിന്നെ നമ്മുടെ കോഴിക്കോട് പറഞ്ഞിട്ട് ഒരു ബാനറുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്ത്. അവിടുന്ന് ഒരു മരമുണ്ട്. നല്ല വെയിലായിക്കൊണ്ട് ആ മരത്തിൻ്റെ അടുത്തിരുന്ന് കഴിച്ച് നല്ല സന്തോഷമാണ്. അത്ര നല്ല. പിന്നെ അങ്ങനെ ഒരു ലാബിലേക്ക് പോയി. അവിടെ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത്. പിന്നെ വിനീതേട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആക്കി വിനീതേട്ടൻ്റെത്. ബ്ലഡ് എടുക്കുന്നുണ്ട്. നോക്കി ഗൈസ്, നോക്കി, ബ്ലഡ് എടുക്കുന്നുണ്ട്. എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു വിഷമം തോന്നിയില്ല. പക്ഷെ ഇവർക്ക് എടുക്കുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. അങ്ങനെ ഒരു ബ്ലഡ് എടുത്ത്. പിന്നെ പ്രഷർ നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവരെ പ്രഷർ നോക്കാനായിട്ട് ഇരിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നോക്കി, പിന്നെ ഇവർക്ക് ക്ഷീണം ഉള്ളത് കൊണ്ട് ഇവർ അങ്ങനെ ഇരുന്നിക്കോ 2 മിനിറ്റ്. പിന്നെ ആടെ നിന്ന്
ജ്യൂസ് കുടിക്കാൻ പോയി ഹോട്ടലിലേക്ക്. അവിടെ ജ്യൂസ് വാങ്ങി ഷമാമ്. അങ്ങനെ ജ്യൂസ് കുടിച്ച് അവിടെ നിന്ന് ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി. അവിടെ ആറ് വന്നിക്കില്ല, അകത്ത് കുറച്ച് ഇടമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ യുവർ സെൻറ്ററിലേക്ക് പോയി 2 ടെസ്റ്റിന് കൊടുക്കാൻ, എനിക്ക് ബ്ലഡ് ടെസ്റ്റ് അവിടെ കൊടുത്ത്. അവിടെ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്ത്. അവിടെ കുറേ ആളുണ്ടായി. അങ്ങനെ പിന്നെ അവിടെല്ലാം പോയി അവിടെ വീഡിയോ ആക്കി നോക്കി ആളുണ്ട് അവിടെ എല്ലാം. ദിസ് റിസപ്ഷൻ. പിന്നെ അവിടെ വിശന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. സദ്യ വാങ്ങി, എനിക്ക് മീൻ വാങ്ങി. പിന്നെ അങ്ങനെ ഫുഡ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിനീതേട്ടനെ ഇവിടെ പോയാൽ ഫോണുണ്ടാവും. അങ്ങനെ വിനീതേട്ട പിന്നെ ആംപ്ലേറ്റ് വാങ്ങി. അങ്ങനെ നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് ഗൈസ്. നല്ല ഫുഡാണ് സദ്യ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. വയറ് നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ. സദ്യ ആകുമ്പോൾ നല്ല ഉണ്ടാവില്ലേ. പിന്നെ അങ്ങോട്ടിന് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ, ഇത് പേരാമ്പ്ര റോഡ് ഗൈസ്, പുതിയ റോഡ്. അവിടെ വരുമ്പോൾ അവിടെ തെങ്ങ് ഇളനീരിനെ ഇങ്ങനെ തൂക്കി വെച്ചിട്ട് അതെല്ലാം കണ്ട്. അതിന് മുമ്പ് ഒരു ഫ്രൂട്ട് ഷോപ്സ് കുറേ ഉണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ ഫ്രൂട്ട്സ് ഉണ്ടല്ല. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം കണ്ട്. പിന്നെ അവിടെ റോഡ് ശരിയാക്കുന്നുണ്ടായി നോക്കി. എല്ലായിടത്തും ഇതേ പണി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആയഞ്ചേരിൻ്റെ വയൽ ഗൈസ്. നോക്കി എന്താ അടിപൊളി വയലല്ലേ. കാണുമ്പോൾ നല്ല ഭംഗിയാണ് വയൽ കാണാൻ. പച്ചപ്പുല്ലായിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അത്ര നല്ല പച്ചപ്പുല്ല്. അങ്ങനെ പുല്ലെല്ലാം കണ്ട് അവിടെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ അടിപൊളിയായിരിക്കും ഗൈസ്. എന്ത് ഭംഗിയല്ലേ ഫോട്ടോസ് എടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത്രയും നല്ല ഒരു വയൽ, പച്ച പുല്ലുള്ളത് നോക്കിയാൽ അവിടെ നിന്ന് നിൽക്കാൻ തോന്നും. അത്ര നല്ല ഒരു വയൽ. അങ്ങനെ അടുത്ത ഫോട്ടോസ് എടുത്ത്. താങ്ക് യു ഫോർ വാച്ചിങ്.